അതെ, പുളിയച്ചാറ് ഇഷ്ടമില്ലാത്തവരൊക്കെ കുറവായിരിക്കും ല്ലേ? ഈ പുളിയച്ചാറ് എന്ത് വെച്ചിട്ടാ ഉണ്ടാക്കണേന്നറിയോ? എലന്തപ്പഴം പറഞ്ഞിട്ടൊരു സാധനണ്ട് ട്ടോ. പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, പൊന്നാനിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് കുറച്ചൂസം മുന്നേ പൊന്നാനിക്ക് പോയപ്പോൾ ഈ പാലത്തിൻ്റെ മീതെ കൂടെ നടന്നു വരുമ്പോണ്ട് ഇതിൻ്റെ വലിയ മരം ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണു ട്ടാ. ചെറിയ മരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട്. ഞാൻ നോക്കാറുണ്ട്. ഇത്രയും കാലമായിട്ട് അതിന്മേന്ന് കായ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇതാ നിറച്ചിങ്ങനെ പഴുത്ത് വീണ് കിടക്കണു ട്ടാ. ഇതിൻ്റെ കുറേ വെറൈറ്റികൾ ഇപ്പോൾ നഴ്സറിയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് തൈകൾ. പക്ഷേ ഇത്ര ടേസ്റ്റ് ഉള്ളത് നാടൻ്റെ ഒരു ടേസ്റ്റ് അതിനൊന്നും തോന്നാറില്ല കേട്ടോ. ബേറാപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബേറാപ്പിളും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും എലന്തപ്പഴം തമിഴ്നാട്ടിലൊക്കെ തോന്നുന്നു കൂടുതലായിട്ട് ഇതുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് പുളിയച്ചാറ് ഉണ്ടാക്കുക. ഇത് കഴിച്ചാൽ കിട്ടുന്ന കുരു കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുളിപ്പും മധുരവും നിറയെ ഇങ്ങനെ ഉള്ളിൽ തരി തരി ആയിട്ടിട്ടാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സന്തോഷമായിരുന്നു. ഇതാട്ടാ കുരു.